വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൈവിക അരുളപ്പാടുകൾ നമ്മുടെ ഹൃദയതലങ്ങളിൽ അസാധാരണമായ വിടുതലിനും ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മലാക്കി പുസ്തകം 3 അധ്യായം 18 വാക്യം. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അത് കാണും. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ആഴമായി വിവേചിച്ചുകൊണ്ട് ദൂത് ഇടപെടുവാൻ കർത്താവിനെ അനുഗമിക്കുന്നു, കർത്താവിനെ ആത്മാർത്ഥമായി ആഴമായി സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുന്നു. എന്നാൽ ജീവിതസ്ഥിതിയിൽ ഒരു വ്യത്യാസം കാണുന്നില്ല. ജീവിതത്തിൻ്റെ അവസ്ഥയിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ദൈവപാദപീഠത്തിലിരുന്ന് കർത്താവിനെ ഉറ്റുനോക്കുകയാ, ദൈവത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാ. എന്നാലും ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. പ്രാർത്ഥിക്കാത്തവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. ദൈവത്തെ സേവിക്കാത്തവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നു. ഇന്നും ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ഇടപെടുക. ചാർച്ചക്കാരുടെ നടുവിലും ബന്ധുമിത്രാദികളുടെ നടുവിലും ദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലം, സേവിച്ചതിൻ്റെ അനുഗ്രഹം ഇന്ന് വരെ ദൈവം അത് തന്നിട്ടില്ല. ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉയർച്ചകൾ ആരാധിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും വിശ്വസിക്കാത്തവരൊക്കെ ദൈവത്തിൻ്റെ പൈതലെ കൺമുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടു പോകുമ്പോൾ ഞാൻ എന്തുകൊണ്ട്, എൻ്റെ തലമുറ എന്തുകൊണ്ട് സേവിച്ചിട്ടും എത്ര കാലമായി, എത്ര നാളായി ഇപ്രകാരം മനസ്സിടിഞ്ഞ്, മനസ്സ് തകർന്ന്, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബത്തോട് ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ഒരു വ്യത്യാസം ഉണ്ട്, ഒരു വ്യത്യാസം ഉണ്ട്. വചനത്തിൽ നിന്നതിൻ്റെ, വിശ്വാസത്തിൽ നിലനിന്നതിൻ്റെ, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നതിൻ്റെ, ഈ നിന്നയും പരിഹാസം അനുഭവിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ദൈവത്തിൻ്റെ പൈതലെ കാണാൻ പോവുക. സർവശക്തൻ കണ്ണടച്ചിരിക്കുന്ന ദൈവമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്ന ദൈവമല്ല. അല്പകാലം മൗനം പാലിച്ചാലും അല്പസമയം കണ്ണടയ്ക്കപ്പെട്ട് കർത്താവ് ശ്രദ്ധിക്കാതിരിക്കുന്ന പോലെ ജീവിത സാഹചര്യമായാലും പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, ദൈവത്തിൻ്റെ ശബ്ദമിതാ, ഒരു വ്യത്യാസം. ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, ജീവൻ്റെ വഴിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യൻ്റെ ജീവിതത്തിൽ നിശ്ചയ ഒരു വ്യത്യാസം ദൈവം ഇതാ കൽപ്പിക്കാൻ പോകുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് നിർണയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അത് തെറ്റാണ്. ആ നിർണയങ്ങൾ തെറ്റാണ്. പരിശുദ്ധാത്മാവ് അതിനെ തിരുത്തുക. സ്നേഹിച്ചതിനൊരു പ്രതിഫലമുണ്ടെന്നേ, ദൈവമുഖത്തേക്ക് നോക്കിയതിനൊരു പ്രതിഫലമുണ്ടെന്നേ, അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാ, അത് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാ. കർത്താവിൻ്റെ കരങ്ങളിൽ വഴിയുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ വാതിലുണ്ട്. മാനിക്കുവാൻ ദൈവം പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സേവിച്ചതിൻ്റെ പ്രതിഫലം
ആരാധിച്ചതിൻ്റെ പ്രതിഫലം, കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ പ്രതിഫലം, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതിൻ്റെ പ്രതിഫലം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ വൈദ്യലേ അത് വ്യത്യാസമാക്കും. ചുറ്റും നിൽക്കുന്ന ജനം നോക്കുന്ന നിലവാരത്തിൽ ഒരു മഹത്വം ഇന്ന് നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ആ കുടുംബത്തോട് ദൈവത്തിൻ്റെ ശബ്ദം, അവിടെ ഒരു ഉയർച്ചയിലേക്ക് ദൈവം ഇതാ കർത്താവിൻ്റെ നടത്തിപ്പ് വെളിപ്പെട്ട് വരാൻ പോകുക. ദൈവത്തിൻ്റെ മാനതയുടെ കരം ശക്തിയോടെ ചലിക്കാൻ പോവുക. ആ നിലവാരത്തിൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത് സേവിച്ചതിൻ്റെ പ്രതിഫലം ദൈവം തരാൻ പോകട്ടോ. ആഴമായി ദൂത് വിശ്വസിച്ചു, ആഴമായി ദൂത് ഏറ്റെടുത്തു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും. അത് കാണും. ആ നന്മ കാണും, ആ വിടുതൽ കാണും, ആ വ്യത്യാസം കാണും. അങ്ങനെ ദൈവം സഹായിക്കാൻ പോവുക. അനുഗ്രഹിക്കും കർത്താവ്. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ കർത്താവേ ചലിക്കട്ടപ്പ. ഈ ദൂത് വാഗ്ദത്തമായി വചനത്തിൻ്റെ ശക്തി അവരുടെ കൂടാരത്തിൽ ഇന്ന് ഒരു വ്യത്യാസം കൊടുക്കുവാൻ ദൈവശക്തനാ പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. കാര്യങ്ങളിൽ മേൽ ഒരു വ്യത്യാസമില്ല, ഒരു ചലനമില്ല. അങ്ങനെ അപ്രകാരം വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, സങ്കടം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ സ്വർഗം തുറക്കണമേ, ദൈവിക വിടുതൽ ഇറങ്ങണമേ, ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.